അത് നല്ലതാണ്. ഈ ഗേൾസൊക്കെ ഓടിക്കുമ്പോൾ അത് ശരിക്കും വേണ്ട തന്നെയാണ്. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈസൻസ് കിട്ടാൻ കുറേ കൂടെയൊക്കെ പ്രയാസം നേരിടും എന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? അത് വേണം, അതാണ് നല്ലത്. എനിക്ക് 2 വീലറേ ഉള്ളു, 4 വീലർ ഇല്ല. പക്ഷേ അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മിക്ക വണ്ടികൾ ഈ പരിസരത്ത് നമ്മൾ പാർക്ക് ചെയ്യാൻ നേരത്ത് പല ആൾക്കാരും തമ്മിലിവിടെ വഴക്കിടുന്ന നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ ഒരച്ചിലും പിടിച്ചിലാണ്. അപ്പം മര്യാദക്ക് പഠിച്ചിട്ട് എടുത്താൽ മതി, അല്ലാത്തവരെ എടുക്കണ്ട. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമാണ്? നല്ലൊരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇതിലൂടെ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വൈകാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് ലൈസൻസിൻ്റെ എടുക്കുന്ന രീതി മാറുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു രീതിയിൽ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി എന്താ പറയുന്നത്? എളുപ്പത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാം ഇപ്പോൾ SLC എടുക്കണമെങ്കിൽ എഴുതാൻ പഠിച്ചെഴുതണം, കോപ്പി അടിക്കണം പോലെയുള്ള വ്യത്യാസം. പഠിച്ചെഴുതണം, കഷ്ടപ്പെട്ട് പഠിക്കണം, അല്ലാത്ത കോപ്പി അടിക്കണം. അത്രേ ഉള്ളൂ. സാധനം ഇത് ഇങ്ങനെ വന്നോന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഒരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാർ മനുഷ്യന്മാർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. പുതിയതായിട്ട് വില മാനദണ്ഡം കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ വേണം. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അല്ല, ഞാൻ പറയണത് നമ്മൾ ഒരു ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തിനാണ് മാറ്റേണ്ടത്? അതിന് മാറ്റാനായിട്ടുള്ള എന്താ കാരണം എന്ന് തിരിച്ചു പറയണ്ടേ? പഴയതൊരു ലൈസൻസ് എടുത്ത് കൈവെക്കുക മാത്രമേ ഉള്ളൂ. പലരും അത് ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പലരും അത് പിന്നീട് അത് ഉപയോഗിക്കുന്നില്ല. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. പിന്നെ ഒന്ന് ഓടിക്കാൻ പറഞ്ഞാൽ അറിയാൻ വയ്യ. അതായത് ഇനിയിപ്പോൾ ഒരു പുതിയ രീതിയിലാകുമ്പോൾ അത് കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യോജിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഞാൻ യോജിക്കുന്നുണ്ട്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ദുബായിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇവിടുത്തെ 6 വർഷം കൂടെ ഫെസിലിറ്റീസ് കൂടുതലാണ്. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ അത് കുറച്ച് കുറവാണ്. പക്ഷേ ഡ്രൈവിങ് എന്താ വെച്ചാൽ സേഫ്റ്റി, അതേപോലെ നിയമങ്ങൾ കർശനമായാൽ എല്ലാവരും അത് പാലിക്കുള്ളൂ. സൈനിങ് ബോർഡുകൾ, അതേപോലെ തന്നെ സ്പീഡ് ലിമിറ്റിൻ്റെ ബോർഡുകൾ, അതൊക്കെ കറക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ട്രാക്കിലൂടെ പോയിട്ട് പിറ്റേ ദിവസം നമുക്ക് ഫൈൻ വരും. പക്ഷെ ആ വ്യക്തിക്ക് അറിയില്ല എവിടെ എത്ര സ്പീഡിലാണ് പോകേണ്ടതെന്ന്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കാനുണ്ട്.